പുരാണങ്ങൾ ലിഖിതവും മാറാത്തവയുമാണ്. ആ പേര് പോലെ തന്നെ പുര അഭിനവം. അവ എന്നും പുതുതായി തുടരും. കുറച്ചു നേരം അമ്മയ്ക്കടുത്തിരിക്കും. കണ്ണടക്കും, മനം തുറക്കും, പിന്നെ പരിഭവം കെട്ടഴിക്കും, യാഗാഗ്നിയിൽ ഹോമിക്കും, നൊമ്പരങ്ങൾ സൗവർണികയിൽ ഒഴുക്കും, മനം തണുക്കും, പിന്നെ അമ്മയോടൊത്ത് നടക്കും. മൂകാംബിക ക്ഷേത്ര കവാടത്തിനടുത്തുള്ള വനദുർഗാ ക്ഷേത്രം വരെ. മാസ്തികട്ട. കവാടത്തിന് തൊട്ടടുത്ത് വനത്തിൽ ഒരു ക്ഷേത്രം. കെട്ടിടങ്ങളില്ല, കാവൽക്കാരില്ല. ഈ വനത്തെ സംരക്ഷിക്കുന്നത് ഈ അമ്മയാണ് എന്ന് സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും ഇവിടെ വാഹനം നിർത്തി പ്രാർത്ഥിച്ചു പോകുന്നതായി കാണാം. വനദുർഗ. കല്ലിലാണ് പ്രതിഷ്ഠ. പ്രകൃതിയെ മുഴുവനായി ഉൾക്കൊള്ളുന്ന ഒരു ഭാവം. ചുറ്റിലും കെട്ടിവെച്ച പല വലിപ്പത്തിലുള്ള പിച്ചളമണികൾ, തൊട്ടിലിൻ്റെ ചെറിയ മാതൃകകൾ, ചരടുകൾ, മാലകൾ, ശൂലങ്ങൾ, വലിയ തടിയിൽ തീർത്ത ആൾരൂപങ്ങൾ. അർച്ചന ചെയ്യുന്ന പൂക്കൾ. ഇവിടെ കവുങ്ങ് പ്രധാന കൃഷിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കളും എല്ലാ പൂജയിലും ചേരുന്നു. നമുക്ക് മുന്നേ പോയവർ നടന്നു തെളിഞ്ഞ വഴികൾ ഞാനും പിന്തുടർന്നു. ഭക്തരെയും അവരുടെ പ്രവൃത്തികളെയും ശ്രദ്ധിക്കും. വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. വഴികൾ പലതാണ്, പക്ഷേ ലക്ഷ്യമൊന്നും. കുറേ നേരം എവിടെ ഇരിക്കും. എവിടെ പകലിന് ഒരു വശത്ത് കാടിൻ്റെ മധുര സംഗീതം, മറുവശത്ത് റോഡിൽ വേഗതയുടെ ഭീതി ശബ്ദം. എന്നാൽ ഇത് ഇരുട്ടിൽ നേരെ തിരിച്ചാവും. ഇരുട്ടിൽ കാടിന് വന്യതയുടെ ഭീതിയും റോഡിൽ വാഹനങ്ങൾ പ്രതീക്ഷയുടെ വെളിച്ചവും ഹോൺനാദവുമായി മാറും. ഒരേ കാര്യങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ വിപരീത അനുഭവങ്ങൾ. ഒരു യാത്ര, ഒന്ന് ചുറ്റിക്കാണൽ, അനുഭവങ്ങൾ, അതിൽ നിന്നൊരു കഥ. അതിന് ചേർക്കാൻ ആരെങ്കിലും പറഞ്ഞു തരുന്ന കഥകളും അവരുടെ അനുഭവങ്ങളും, കൂടെ പുസ്തകങ്ങൾ. ഇതായിരുന്നു എൻ്റെ ഓരോ യാത്രകളും. ഇനി മടക്കമാണ്. ഇവിടുത്തെ പ്രകാശപൂർണമായ പ്രഭാതത്തെയും പ്രദോഷത്തെയും നഷ്ടപ്പെടുത്തുന്നു എന്ന തോന്നൽ. അനുഭവങ്ങളെയും അയവിറക്കി ഒരു മടക്കയാത്ര.